ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഡിസംബർ 11 മുതൽ ഡിസംബർ 15 വരെയുള്ള കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടനാണ് കബീർ ബേദി. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടനാണ് കബീർ ബേദി. 2023 33ാമത് വ്യാസമ്മാനം ലഭിച്ചത് പുഷ്പ ഭാരതിയാണ്. 2023 33ാമത് വ്യാസമ്മാനം ലഭിച്ചത് പുഷ്പ ഭാരതി. പുഷ്പ ഭാരതിയുടെ ഓർമ്മക്കുറിപ്പായ യാഥേൻ ഔർ യാഥേൻ എന്ന ഓർമ്മക്കുറിപ്പിനാണ് 2023 33ാമത് വ്യാസമ്മാനം ലഭിച്ചത്. ഇന്ത്യയും വിയറ്റ്നാമും ചേർന്ന സൈനിക അഭ്യാസമാണ് വിൻബാക്സ് 2023 വേദിയാണ് ഹനോയ്. ഇന്ത്യയും വിയറ്റ്നാമും ചേർന്ന സൈനിക അഭ്യാസമായ വിൻബാക്സ് 2023 വേദിയാണ് ഹനോയിലാണ്. നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഇൻഫർമേഷൻ കേരള മിഷൻ സജ്ജമാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട്. നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഇൻഫർമേഷൻ കേരള മിഷൻ സജ്ജമാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട്. 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് കാനം രാജേന്ദ്രൻ. 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് കാനം രാജേന്ദ്രൻ. ചീറ്റ ബ്രീഡിംഗ് സെന്റർ സ്ഥാപിക്കുന്ന ബന്നി പുൽമേട് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് റൊണാൾഡ് ഡസ്ക്. പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? റൊണാൾഡ് ഡസ്ക്. പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് റൊണാൾഡ് ഡസ്ക് ആണ് പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രി. ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2023 വേദിയാണ് ന്യൂഡൽഹി. ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2023 വേദി ന്യൂഡൽഹിയിലാണ്. ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2023 വേദിയാണ് ന്യൂഡൽഹി. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് മോഹൻ യാദവ് ആണ്. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് മോഹൻ യാദവ് ആണ്. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാരാണ്? മോഹൻ യാദവ്. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരത്താണ് നടന്നത്. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരത്താണ്. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി. 73ാമത് ദേശീയ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് റെയിൽവേസ് ആണ്. 73ാമത് ദേശീയ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാരാണ്? റെയിൽവേസ് ആണ് 73ാമത് ദേശീയ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് റെയിൽവേസിനാണ് 73ാമത് ദേശീയ വനിതാ ബാസ്കറ്റ്ബോൾ കിരീടം നേടിയത്. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന ബോംബ് കേസ് ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന ബോംബ് കേസ് ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന ബോംബ് കേസ് ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഇരുമ്പഴിക്കുള്ളിലാണ്. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് വിഷ്ണുദിയോ സായി ആണ്. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് വിഷ്ണുദിയോ സായി. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദിയോ സായി. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ്. രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത് ഭജൻലാൽ ശർമ്മ. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് വിഷ്ണുദിയോ സായി. രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത് ഭജൻലാൽ ശർമ്മ. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത്. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത്. സർക്കാർ
ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത്. 2023 വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ മികച്ച ട്രാക്ക് അത്ലറ്റർ ആയി തിരഞ്ഞെടുത്തത് പുരുഷ താരമാണ് നോഹ ലൈൽസ്. 2023 വേൾഡ് അത്ലറ്റ് ഓഫ് ദ ഇയർ മികച്ച ട്രാക്ക് അത്ലറ്ററായി തിരഞ്ഞെടുത്ത പുരുഷ താരമാണ് നോഹ ലൈൽസ് ആണ്. അടുത്തിടെ മോർണിംഗ് കൺസൾട്ടൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനപ്രിയനായ ആഗോള നേതാവാണ് നരേന്ദ്രമോദി. അടുത്തിടെ മോർണിംഗ് കൺസൾട്ടൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനപ്രിയനായ ആഗോള നേതാവാണ് നരേന്ദ്രമോദി. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സുഗതവനം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സുഗതി വനം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സുഗതവനം നടപ്പിലാക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടാണ് ബറാക്കുഡ. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടാണ് ബറാക്കുഡ. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടാണ് ബറാക്കുഡ. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ്. 2023 AFC ഏഷ്യ കപ്പിന്റെ വേദിയാണ് ഖത്തർ. 2023 AFC ഏഷ്യ കപ്പിന്റെ വേദി ഖത്തറാണ്. ഭാഗ്യചിഹ്നമാണ് ജർബോസ് എലികളാണ് ഭാഗ്യചിഹ്നം. 2023 AFC ഏഷ്യ കപ്പിന്റെ വേദി ഖത്തറാണ്. ഭാഗ്യചിഹ്നമാണ് ജർബോസ് എലികൾ. ഏതിന്റെ ഭാഗ്യചിഹ്നമാണ്? 2023 AFC ഏഷ്യ കപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് ജർബോസ് എലികൾ. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ്. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ്. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോക്ക് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണെന്ന് ചോദിച്ചാൽ മേഘാലയയിലെ ഉൽപ്പന്നമാണ് ലക്കഡോക്ക് മഞ്ഞൾ മേഘാലയ. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോക്ക് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? മേഘാലയയിലെ ഉൽപ്പന്നമാണ് ലക്കഡോക്ക് മഞ്ഞൾ. ഗൂഗിൾ 2023 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ഗൂഗിൾ 2023 ഡിസംബർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തിരഞ്ഞ താരം വിരാട് കോഹ്ലി. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലമാണ് ധർമ്മടം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലമാണ് ധർമ്മടം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്നത് ധർമ്മടമാണ്. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കളാണ് അലി അബു ഔവാദും ഡാനിയൽ ബാരൻ ബോയും. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കളാണ് അലി അബു ഔവാദും ഡാനിയൽ ബാരൻ ബോയുമാണ്. അബു ഔവാദും ഡാനിയൽ ബാരൻ ബോയുമാണ് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 17ാം ലോകസഭയിലെ മികച്ച അംഗത്തിനുള്ള പുരസ്കാരം 2023 ലഭിച്ചത് NK പ്രേമചന്ദ്രനാണ്. 17ാം ലോകസഭയിലെ മികച്ച അംഗത്തിനുള്ള പുരസ്കാരം 2023 ലഭിച്ചത് NK പ്രേമചന്ദ്രനാണ്. ICC പുരുഷ അണ്ടർ-19 ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ICC പുരുഷ അണ്ടർ-19 ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക. ICC പുരുഷ അണ്ടർ-19 ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് പുരുഷ അണ്ടർ-19 ലോകകപ്പിന് വേദിയാകുന്നത്. 2023 ഡിസംബറിൽ മൃഗാശുപത്രികളിലെ ക്രമക്കേട് കണ്ടെത്തുന്നതിനായി നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. ഓപ്പറേഷൻ വെറ്റ് സ്കാൻ 2023 ഡിസംബറിൽ മൃഗാശുപത്രികളിലെ ക്രമക്കേട് കണ്ടെത്തുന്നതിനായി നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ ആണ് മൃഗാശുപത്രിയിൽ ക്രമക്കേട് കണ്ടെത്തുന്നതിനായി നടത്തിയ മിന്നൽ പരിശോധന. മൂന്നാമത് പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായത് അരുന്ധതി റോയ് ആണ്. മൂന്നാമത് പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായത്
അരുന്ധതി റോയ് ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കറണ്ട് അഫയർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. തൃശ്ശൂരിൽ നടന്ന 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? തൃശ്ശൂരിൽ നടന്ന 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.